തണുക്കാതെ CPI കടുത്ത നിലപാടിലേക്ക് കടക്കുമോ? ലെവൽ 6ലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന തലക്കെട്ടുകൾ. PM ശ്രീയിൽ കടുത്ത നിലപാടിലേക്ക് CPI. നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ പാർട്ടി മന്ത്രിമാർ പങ്കെടുക്കില്ല. അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ രാജിയെന്ന മുന്നറിയിപ്പ്. മുഖ്യമന്ത്രി തലത്തിൽ ചർച്ച നടക്കുകയാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി. തർക്കം ഭരണത്തെ ബാധിക്കില്ലെന്ന് മന്ത്രി GR അനിൽ. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളെ പുറത്തെത്തിക്കാൻ അസാധാരണ നടപടികൾ. പ്രതികളെ പുറത്തുവിട്ടാൽ പ്രശ്നമുണ്ടാകുമോ എന്നാരാഞ്ഞ ജയിൽ സൂപ്രണ്ടിന് ജയിൽ വകുപ്പ് മേധാവിയുടെ കത്ത്. പ്രതികളുടെ വിവരങ്ങൾ തേടുന്നതിന്റെ ഭാഗമെന്ന് ബൽറാം കുമാർ ഉപാധ്യായ. പ്രതികളെ പുറത്തെത്തിക്കാൻ സർക്കാർ ശ്രമമെന്ന് KK രമ. രാജ്യവ്യാപക SIR-ന് തുടക്കം. എതിർപ്പുമായി തമിഴ്നാടും പശ്ചിമ ബംഗാളും. സംസ്ഥാനത്ത് കളക്ടർമാരുമായി ചർച്ച നടത്തി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. രാഷ്ട്രീയ പാർട്ടികളെ യോഗം നാളെ. മോണ്ട ശക്തി പ്രാപിച്ച അതിതീവ്ര ചുഴലിക്കാറ്റായി തീരത്തേക്ക്. ഒഡീഷയിലും ആന്ധ്രയിലും അതീവ ജാഗ്രത. ഒഡീഷയുടെ തെക്കൻ ജില്ലകളിൽ നിന്ന് 3000 പേരെ ഒഴിപ്പിച്ചു. സംസ്ഥാനത്തും കനത്ത മഴ. കാർഷിക സർവകലാശാലയിലെ ഫീസ് വർധനവിനെ തുടർന്ന് പഠനം ഉപേക്ഷിച്ച അർജുന് ഇനി പഠിക്കാം. ന്യൂസ് 18 വാർത്തയിൽ മന്ത്രിയുടെ ഇടപെടൽ. വിദ്യാർത്ഥിയെ അടിയന്തരമായി തിരികെ എത്തിക്കണമെന്ന് മന്ത്രി P പ്രസാദ്. പഠനം ഉപേക്ഷിച്ചത് മറ്റ് കാരണങ്ങൾ കൊണ്ടാകാമെന്ന് VC B അശോക്. ക്യാൻസർ ഇല്ലാത്ത വീട്ടമ്മയുടെ മാറിടം മുറിച്ചു മാറ്റിയതായി പരാതി. ആരോപണം കൊച്ചി കടവന്ത്ര ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിക്കെതിരെ. ആരോപണം തള്ളി ഡോക്ടർ ജോജോ ജോസഫ്. മുഖ്യമന്ത്രിക്ക് വീട്ടമ്മയുടെ കുടുംബത്തിന്റെ പരാതി. ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായി ബീഹാറിൽ മഹാസഖ്യത്തിന്റെ പ്രകടന പത്രിക. ഓരോ കുടുംബത്തിലെയും ഒരാൾക്ക് സർക്കാർ ജോലി നൽകും. എല്ലാ മാസവും സ്ത്രീകൾക്ക് 2500 രൂപ വീതമെന്നും പ്രഖ്യാപനം. പ്രചാരണത്തിനായി രാഹുൽ ഗാന്ധി നാളെ ബീഹാറിൽ. PM ശ്രീയിൽ നിന്ന് സർക്കാർ പിന്മാറിയില്ല എങ്കിൽ മന്ത്രിമാരെ രാജിവെപ്പിക്കുമെന്ന കടുത്ത നിലപാടിലേക്ക് CPI. കരാറിൽ നിന്ന് പിന്മാറില്ലെന്ന് CPM നിലപാടെടുത്തതോടെ സർക്കാർ പ്രതിസന്ധിയിലായി. മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ അട്ടിമറിക്കപ്പെട്ടുവെന്ന ഗുരുതരമായ ആരോപണങ്ങളടങ്ങിയ കത്താണ് CPI മന്ത്രിമാർ മുഖ്യമന്ത്രിക്ക് കൈമാറിയത്. CPIയുടെ ബഹിഷ്കരണ പ്രഖ്യാപനത്തിനിടെ നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ പങ്കെടുക്കില്ല. CPI കടുത്ത നിലപാട് തുടരുന്നതിനിടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്നാണ് പ്രതീക്ഷയെന്ന് മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു. മുഖ്യമന്ത്രി തലത്തിൽ ചർച്ചകൾ നടക്കുകയാണ്. നിലവിൽ തന്റെ തലത്തിലല്ല കാര്യങ്ങൾ നടക്കുന്നതെന്നും ശിവൻകുട്ടി പ്രതികരിച്ചു. മറുപടി അതിനെ സംബന്ധിച്ചോട് ഞാൻ ഒന്നും മറുപടി പറയുന്നതിന് വേണ്ടി തയ്യാറല്ല, ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന കമ്മിറ്റിയും CPIയുടെ സംസ്ഥാന സെക്രട്ടറിയും അവരുടെ ഉന്നതതലത്തിൽ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അത് നമുക്ക് ഒരു പ്രശ്നം ഉണ്ടായി, ആ പ്രശ്നം അതിൻ്റെ ഉണ്ടായ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്ത് പരിഹാരം കാണുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളെ സംബന്ധിച്ചോളം ഞാൻ എൻ്റെ നിലവാരത്തിലല്ല ഇനിയിപ്പോൾ ചർച്ച എന്ന് പറഞ്ഞു എന്ന് തന്നെയാണ് പ്രതീക്ഷ. തർക്കം ഭരണത്തെ ബാധിക്കില്ലെന്നായിരുന്നു CPI മന്ത്രിമാരുടെ പ്രതികരണം. ഇടതുപക്ഷ നയം ഉയർത്തിപ്പിടിക്കുകയാണ് ഞങ്ങൾ രണ്ടുപേരും. ഇടതുപക്ഷ നയം വിജയിക്കും. തർക്കങ്ങൾ ഭരണത്തെ ബാധിക്കില്ല. തർക്കങ്ങൾ ഭരണത്തെ ബാധിക്കില്ല. സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോകും. ഭരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് ഇപ്പം പോയിട്ടില്ല. ഒരു പ്രശ്നം സംഭവിക്കില്ല. അത് ഇപ്പം പോയിട്ടില്ല. മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുമോ? അതൊന്നും പറയില്ല. അതെല്ലാം പാർട്ടി സെക്രട്ടറി. പാർട്ടി ആവശ്യപ്പെട്ടാൽ മാറും. പാർട്ടി തീരുമാനം അക്ഷരം പ്രതി പാലിക്കുന്നതാണ് ഞങ്ങൾ. ഇപ്പൊ അതിൽ തടസ്സമൊന്നുമില്ല. അതെല്ലാം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഇപ്പൊ ഇതൊക്കെ കൂടുതലായിരുന്നല്ലോ. എന്നാൽ വിഷയത്തിൽ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരണത്തിന് തയ്യാറായില്ല. നമ്മളൊരു സമവായം വേഗത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാമോ ഈ വിഷയത്തിൽ? PM ശ്രീയിൽ CPM ഊരാ കുടിക്കില്ലെന്നായിരുന്നു BJP നേതാവ് K സുരേന്ദ്രന്റെ പ്രതികരണം.
CPM ഇപ്പോൾ ഒരു വലിയ ഊരാ കൊടുക്കപ്പെട്ടിരിക്കുക ഇടതുമുന്നണിയാകെ. അതിനുള്ള കാരണം അവർ നടത്തിയ തെറ്റായ പ്രചരണങ്ങൾ തന്നെയാണ്. അവര് കാടടച്ച് വെടിവെച്ചു. NEP വന്നപ്പോ കാടടച്ച് വെടിവെച്ചു, കള്ളപ്രചരണം നടത്തി. ആ പ്രചരണം മത്സരബുദ്ധിയോടെ CPIയും CPM എടുത്തു. അവർക്ക് അതിൽ നിന്ന് പുറകോട്ട് പോകാൻ പറ്റാത്ത സ്ഥിതി വന്നു. CPIക്ക് വൈകിപ്പിക്കാം, നീട്ടിവെക്കാം, അതൊന്നും നടക്കുന്ന കാര്യമല്ല. വൈകിപ്പിക്കാമായിരിക്കും 2-3 മാസം, പക്ഷെ കേരളം എന്തായാലും ഇത് നടപ്പാക്കേണ്ടി വരും. PMC മുന്നണിയിലും സംസ്ഥാന മന്ത്രിസഭയിലും വലിയ പ്രതിസന്ധിയായി തുടരുകയാണ്. മന്ത്രിമാരെ പിൻവലിക്കുന്ന അടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് CPI നീങ്ങുമെന്ന സൂചനകളാണ് ഇന്ന് പുറത്തു വന്നത്. നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ പങ്കെടുക്കില്ലെന്നും ഉറപ്പായി. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ചേർന്ന CPIയുടെ അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗവും വിഷയം ചർച്ച ചെയ്ത് ഒരു തരത്തിലും നിലപാടിൽ നിന്ന് മാറേണ്ട സാഹചര്യമില്ല എന്ന് വിലയിരുത്തി. MA ബേബി അടക്കമുള്ള ദേശീയ നേതാക്കളും വിഷയത്തെ വിളിച്ച് സംസാരിച്ചെങ്കിലും നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകാൻ തയ്യാറല്ലെന്ന് തന്നെയാണ് CPI ഇപ്പോഴും വ്യക്തമാക്കുന്നത്. നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയാത്തൊരു രാഷ്ട്രീയ സാഹചര്യത്തിൽ കൂടി CPIയുടെ സംസ്ഥാന നേതൃത്വം എത്തി എന്നുള്ളതാണ് വസ്തുത. കാരണം സംസ്ഥാന കൗൺസിലിൻ്റെ അനുമതിയില്ലാതെ ഈ തീരുമാനത്തിന് ഒരു തരി പോലും പിന്നോട്ട് പോകരുത്, ഒരു തരിമ്പ് പോലും പിന്നോട്ട് പോകരുത് എന്ന കർശനമായ നിർദ്ദേശം സംസ്ഥാന കൗൺസിൽ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ CPMൻ്റെയും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറി അല്ലെങ്കിൽ അതിന് തുല്യമായ ഏതെങ്കിലും തരത്തിലുള്ള ഉറപ്പ് ലഭിക്കുന്നത് വരെ നിലപാടിൽ ഉറച്ചു നിൽക്കാനാണ് CPIയുടെ തീരുമാനം. നാളെ മന്ത്രിസഭാ യോഗം രാവിലെയാണ് നിശ്ചയിച്ചിരുന്നത്, പക്ഷേ അത് വൈകിട്ടത്തേക്ക് മാറ്റിയിട്ടുണ്ട്. 4-ാം തീയതിയാണ് CPIയുടെ അതിനിർണായകമായ സംസ്ഥാന കൗൺസിൽ. അതുവരെ ഒരു തീരുമാനം വന്നില്ലെങ്കിൽ മന്ത്രിമാരെ 4 പേരെയും രാജിവെപ്പിച്ച് പുറത്തുനിന്ന് മുന്നണിക്ക് സർക്കാർ മന്ത്രിസഭയ്ക്ക് പിന്തുണ നൽകുന്ന അടക്കമുള്ള കാര്യങ്ങളാണ് CPI സജീവമായി പരിഗണിക്കുന്നത്. ഏതായാലും അതിനു മുമ്പ് ഒരു മുന്നണി യോഗം നടത്താനുള്ള സാധ്യതകൾ ഇപ്പോൾ CPM തേടുന്നതായാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. 1-ാം തീയതി നിയമസഭാ സമ്മേളനമുണ്ട്. ഇത്തരത്തിൽ കടുത്ത ഭിന്നതയോടെ 2 പ്രധാന പാർട്ടികൾ നിൽക്കുമ്പോൾ ആ ഭിന്നതയോട് തന്നെ നിയമസഭാ സമ്മേളനത്തെ അഭിമുഖീകരിക്കുക എന്നൊരു പ്രതിസന്ധിയിൽ കൂടി CPM കടന്നു പോകുന്നു. 2-3 ഈ 2 ദിവസങ്ങൾ 1-ാം തീയതി 1, 2, 3 അങ്ങനെ 3 ദിവസങ്ങൾ വലിയ നിർണായകമാണ് CPMനെയും ഇടതുമുന്നണിയും സംബന്ധിച്ചിടത്തോളം. ഏതായാലും ഒരു തരത്തിലും നിലപാടിൽ നിന്ന് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല എന്ന നിലപാട് തുടരുകയാണ് ഇരു പാർട്ടികളും. CPIക്ക് പരോക്ഷ മറുപടിയുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സർക്കാർ അധികാരത്തിലുള്ളതുകൊണ്ട് CPM മുന്നോട്ട് വെച്ച എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കാൻ കഴിയില്ല, എന്നാൽ ജനങ്ങൾക്ക് ആശ്വാസമാകാൻ കഴിയുമെന്ന് MV ഗോവിന്ദൻ പ്രതികരിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ടേക്ക് വെച്ച എല്ലാ മുദ്രാവാക്യവും നടപ്പിലാക്കാൻ സാധിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ് എന്ന തെറ്റിദ്ധാരണ വേണ്ട. അതാണ് ഗവൺമെൻറ്റിൻ്റെ പരിമിതി. എന്നാൽ ഈ ഗവൺമെൻറ്റിന് ജനങ്ങൾക്ക് ആശ്വാസം നൽകാനാവും, അവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുക്കാനാവും. അതാണ് സവിശേഷമായ ഇന്നത്തെ പരിതസ്ഥിതിയിലുള്ള നമുക്ക് ചെയ്യാനാവുന്ന ആയുധമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഒരു ഭാഗത്ത് പരിമിതിയുണ്ട്, മറുഭാഗത്ത് അവസരവും. അവസരം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ സഹായിക്കുക, പരിമിതി ഉണ്ട് എന്ന് ജനങ്ങൾ മനസ്സിലാക്കുക. ഇതാണ് 57-ലെ EMSൻ്റെ ഗവൺമെൻറ് ആദ്യമായിട്ട് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ലോക ചരിത്രത്തിൽ ആദ്യമായി അധികാരത്തിൽ വന്നപ്പോൾ EMS പറഞ്ഞത്. കാവ്യവൽക്കരണം ലക്ഷ്യമിട്ടുള്ള ദേശീയ വിദ്യാഭ്യാസ നയത്തിന് CPM ചുവപ്പ് പരവതാനി വിരിച്ചു നൽകിയതായി മുസ്ലിം ലീഗ് നേതാവ് ET മുഹമ്മദ് ബഷീർ. CPI എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണാം. തമിഴ്നാട് കേസിന് പോയെന്നും കേരളം എന്തുകൊണ്ട് കേസിന് പോയില്ലെന്നും ET ചോദിച്ചു. ഇന്ത്യയിൽ BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് കാച്ച് ദം യങ്, കുട്ടികളെ കണ്ടുപിടികൂടുക. എന്നിട്ട് എന്ത് ചെയ്യാം? സഫ്രോണൈസ് ചെയ്യുക. ടെക്സ്റ്റ് ബുക്കുകൾ മാറ്റി കഴിഞ്ഞു. റെഗുലേറ്ററി ബോഡികളെല്ലാം തന്നെ സ്വാധീനമായി. NCERT അങ്ങനെ വന്നു, UGC വന്നു, മറ്റെല്ലാ റെഗുലേറ്ററി ബോഡികളും വർഗീയവൽക്കരിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു ഉൽപ്പന്നമാണ് NP 2020. അതിന് തീർച്ചയായിട്ടും എതിർക്കേണ്ടതുണ്ട്. അതിന് പകരം ചെമ്പട്ട് പരവതാനി വിരിച്ചിട്ട് അവർക്ക് പ്രവേശനം കൊടുക്കുന്ന വിധത്തിലുള്ള ഒരു സമീപനമാണ്. അത് കാപ്പറ്റ്യമുണ്ടെന്ന് ഞങ്ങൾ മാത്രമല്ല പറയുന്നത്, അവർ തന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അവർ ഘടകകക്ഷി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഏറ്റവും തെറ്റായിട്ട് നയത്തെ എതിർക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രാജ്യത്ത് ഇത്ര ശക്തമായിട്ട് എതിർപ്പുള്ളത്. അവർ യഥാർത്ഥം ചെയ്യുന്നത് അവരെ വളർത്തിക്കൊണ്ടുവരാൻ, അവരുടെ ഫാസിസ്റ്റ് പ്രവണത വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ഈ സംവിധാനത്തെ ദുരുപയോഗപ്പെടുത്തിയത്.
PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിനെതിരെ ഇന്നും പ്രതിഷേധം. ഭരണപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനയായ ASF-ഉം AYF-ഉം സംയുക്തമായാണ് കോട്ടയം DD ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ച് പോലീസ് തടഞ്ഞു. ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ചെങ്കിലും പ്രവർത്തകർ പിന്നീട് പിന്മാറി. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളെ പുറത്തെത്തിക്കാൻ അസാധാരണ നടപടിയുമായി ജയിൽ വകുപ്പ്. പ്രതികളെ വിടുതൽ ചെയ്താൽ ആഭ്യന്തര സുരക്ഷാ പ്രശ്നം ഉണ്ടാകുമോ എന്ന് അറിയിക്കണമെന്നാവശ്യപ്പെട്ട് ജയിൽ വകുപ്പ് മേധാവി സെൻട്രൽ ജയിൽ സൂപ്രണ്ടുമാർക്ക് കത്തയച്ചു. എന്നാൽ പ്രതികളുടെ വിവരങ്ങൾ തേടുന്നതിന്റെ ഭാഗമായി മാത്രമാണ് കത്ത് നൽകിയതെന്നാണ് ജയിൽ വകുപ്പ് മേധാവി ബൽറാം കുമാർ ഉപാധ്യായയുടെ വിശദീകരണം. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് 20 വർഷത്തേക്ക് ശിക്ഷാ ഇളവ് നൽകരുതെന്ന ഹൈക്കോടതി വിധി നിലനിൽക്കെയാണ് ജയിൽ വകുപ്പ് മേധാവിയുടെ ഭാഗത്തു നിന്ന് അസാധാരണമായൊരു നീക്കം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. TP കേസ് പ്രതികൾക്ക് വിടുതൽ നൽകിയാൽ ഏതെങ്കിലും ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് സംസ്ഥാനത്തെ വിവിധ സെൻട്രൽ ജയിൽ സൂപ്രണ്ടുമാർക്കും വെയ്യൂർ അതിസുരക്ഷാ ജയിൽ സൂപ്രണ്ടിനും ജയിൽ വകുപ്പ് മേധാവി കത്തയച്ചത്. ഇതിലെ വിടുതൽ എന്ന വാക്കാണ് വലിയ തരത്തിൽ സംശയങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. പരോൾ നൽകുന്നത് ഉദ്ദേശിച്ചാണോ അതോ വിട്ടയക്കുന്നത് ഉദ്ദേശിച്ചാണോ ഈ പരാമർശം എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും ഉണ്ടായിരുന്നില്ല. പിന്നീട് സംഭവം വിവാദമായതോടെയാണ് വിട്ടയക്കുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് പോലുമില്ല. പ്രതികളുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായി സ്വാഭാവികമായി നടക്കുന്ന ഒരു നടപടിക്രമം മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നതെന്ന് ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായ വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെയും TP കേസ് പ്രതികൾക്ക് പരോൾ നൽകാനുള്ള സർക്കാരിന്റെ നീക്കം വലിയ തരത്തിൽ വിവാദങ്ങൾക്ക് വഴിവെക്കുകയും ആ നീക്കത്തിൽ നിന്ന് പിൻവലിക്കുകയും ചെയ്യേണ്ട സാഹചര്യമുണ്ടായിരുന്നു. നിലവിൽ 3 ജയിലുകളിലായാണ് കേസിലെ പ്രധാനപ്പെട്ട പ്രതികൾ എല്ലാവരും കഴിയുന്നത്. അതിനിടെയാണ് ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടി ജയിൽ മേധാവി ഇങ്ങനെയൊരു കത്തയച്ചിരിക്കുന്നത്. സാധാരണയായി എന്തെങ്കിലും തരത്തിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ ഈ പ്രതികളെ വിട്ടയക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടോ എന്ന കാര്യത്തിൽ പരിശോധന നടത്തുന്നത് പോലീസാണ്. അങ്ങനെ പോലീസ് അത്തരമൊരു നീക്കം നടത്തുന്നതിന് പകരം ജയിൽ വകുപ്പ് മേധാവി തന്നെ ഒരു കത്തയച്ചുകൊണ്ട് ഇതിൽ വിവരം തേടിയതിന്റെ കാരണം എന്താണ് എന്നത് സംബന്ധിച്ചാണ് ഇപ്പോഴും വിവാദം കൊഴുക്കുന്നത്. മോണ്ട ചുഴലിക്കാറ്റ് ശക്തി പ്രാപിച്ച് അതിതീവ്ര ചുഴലിക്കാറ്റായി. ഏത് നിമിഷവും ആന്ധ്ര തീരം തൊടുമെന്നാണ് ആശങ്ക. ഒഡീഷയുടെ തെക്കൻ ജില്ലകളിൽ നിന്ന് 3000 പേരെ ഒഴിപ്പിച്ചു. ചുഴലിക്കാറ്റ് 110 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട്. ഒഡീഷ ആന്ധ്ര തീരങ്ങളിൽ മഴയും ശക്തമായി. വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് അജയ് സുധ ബിജു ചേരുന്നു. ഇന്നലെ തൊട്ട് തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തീരദേശ ജില്ലകളിൽ അവധി നൽകിയുമൊക്കെ സംസ്ഥാനങ്ങൾ കനത്ത ജാഗ്രതയിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം. ഈ ജാഗ്രതയ്ക്കപ്പുറത്തേക്ക് കൂടുതൽ അലർട്ടുകൾ ഉണ്ടോ ഈ സമയത്ത്? അപർണ, ഈ മോന്ത ചുഴലിക്കാറ്റ് രാത്രി 8:30 തീരം തൊടും എന്നുള്ള ആശങ്കയാണ് നിലവിൽ നിലനിൽക്കുന്നത്. ഇപ്പോൾ അത് 15 km/h വേഗതയിൽ സഞ്ചരിച്ചുകൊണ്ട് ഇരിക്കുകയാണ് എന്നാണ് വിവരം ലഭിക്കുന്നത്. തീരത്തിനോട് അത് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. തീരം തൊടുമ്പോഴേക്കും ഏതാണ്ട് 90 മുതൽ 110 km/h വേഗതയിൽ ഈ ചുഴലിക്കാറ്റ് വീശി അടിക്കും എന്നാണ് റിപ്പോർട്ടുകൾ ലഭിക്കുന്നത്. മച്ചിലിപട്ടണത്തിനും അതുപോലെ തന്നെ കലിംഗപട്ടണത്തിനും ഇടയിലേക്കായിരിക്കും ഈ ചുഴലിക്കാറ്റ് വീശുക എന്നാണ് വിവരമുള്ളത്. കാക്കിനാട ജില്ലയിൽ കനത്ത സുരക്ഷയാണ് ഇപ്പോൾ നിലവിൽ അവിടെ കനത്ത സുരക്ഷയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അവിടെയാണ് പ്രധാനമായിട്ടും ഈ ചുഴലിക്കാറ്റിൻ്റെ ഏറ്റവും വലിയ ഒരു നാശം ഉണ്ടാകാൻ സാധ്യതയുള്ളതായിട്ടാണ് അറിയിപ്പുകൾ ലഭിക്കുന്നത്. ആന്ധ്രയിൽ മൊത്തത്തിൽ 19 ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടങ്ങളിലെല്ലാം ഇപ്പോൾ ഇവിടേക്കുള്ള ട്രെയിനുകളും അതുപോലെ തന്നെ വിമാനങ്ങളും എല്ലാം വഴിതിരിച്ച് വിട്ടിട്ടുണ്ട്. വിശാഖപട്ടണത്ത് 32 വിമാനങ്ങളാണ് റദ്ദാക്കിയിട്ടുള്ളത്. നാളെയുള്ള വിമാന ഷെഡ്യൂളുകളിലും ഇപ്പോൾ നിലവിൽ മാറ്റമുണ്ട്. കേരളത്തിൽ നിന്ന് ആന്ധ്രയിലേക്കുള്ള ട്രെയിനുകളും ഇപ്പോൾ വഴിതിരിച്ച് വിട്ടിട്ടുണ്ട്. ഒഡീഷ തീരത്തും കനത്ത ജാഗ്രതയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒഡീഷയുടെ
ചുഴലിക്കാറ്റിന്റെ തെക്കൻ തീരങ്ങളിൽ നിന്ന് 3000 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ലഭിക്കുന്നത്. അതുപോലെ തന്നെ ആന്ധ്രയിൽ മൊത്തത്തിൽ 800 ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇതിനോടകം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല 1000 ഇലക്ട്രീഷ്യന്മാരെയും അതുപോലെ 140ഓളം മുങ്ങൽ വിദഗ്ധരെയും ഇവിടെ ഈ ചുഴലിക്കാറ്റ് ബാധിക്കാനിടയുള്ള ജില്ലകളിൽ വിന്യസിച്ചിട്ടുണ്ട് എന്നാണ് വിവരം ലഭിക്കുന്നത്. ഇന്ന് രാത്രിയോടെ തന്നെ ഈ ചുഴലിക്കാറ്റിൻ്റെ അതീവ പ്രഭാവം അത് ആന്ധ്ര തീരങ്ങളെ ശക്തമായി തന്നെ ബാധിക്കും. എന്നാലും 8:30 ഒരു സമയം പറയുന്നത്. അതിനകത്ത് ഇത് തീരത്തേക്ക് വരും എന്നാണ് പറയുന്നത്. ഇത് രാവിലെയോടെ 10 km/h വേഗതയിൽ താഴെയായിരുന്നു ഈ ചുഴലിക്കാറ്റ് സഞ്ചരിച്ചു ഇരുന്നത്. ഇപ്പോൾ ഇത് 15 km/h വേഗതയിൽ എത്തിയിട്ടുണ്ട് എന്നാണ് വിവരം ലഭിക്കുന്നത്. ഇത് ഉടൻ തന്നെ തീരത്തേക്ക് ആഞ്ഞു വീശും എന്ന് വിവരമുണ്ട്. ഇപ്പോൾ ഇന്ന് രാവിലെ മുതൽ തന്നെ കടൽ പ്രക്ഷുബ്ധമായിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും കടൽക്ഷോഭം അത് രൂക്ഷമായിട്ടുണ്ട്. തമിഴ്നാടിൻ്റെ വടക്കൻ മേഖലകളിലും ജാഗ്രതാ നിർദ്ദേശം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചെന്നൈ ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഓറഞ്ച് അലേർട്ടും അതുപോലെ തന്നെ യെല്ലോ അലേർട്ടും ഉൾപ്പെടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തമിഴ്നാട് തീരങ്ങളിലും ഇപ്പോൾ കനത്ത മഴയാണ് പെയ്യുന്നത്. ഈ ചുഴലിക്കാറ്റ് തീരത്ത് വീശി അടിക്കുന്നതോടുകൂടി കേരളത്തിലും മഴ ശക്തമാകാൻ സാധ്യതയുള്ളതായിട്ടാണ് നിലവിൽ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും കനത്ത ജാഗ്രതയിൽ തന്നെയാണ്. പലരെയും ഇതിനോടകം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ഉൾപ്പെടെ മാറ്റിക്കഴിഞ്ഞു. ഇപ്പോൾ ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ജാഗ്രതയോടെ ഇരിക്കണം, അതുപോലെ തന്നെ ഗർഭിണികൾ, പ്രായമായവർ, കുട്ടികൾ തുടങ്ങിയിട്ടുള്ളവർ കൂടുതൽ ശ്രദ്ധിക്കണം. ഇവർ നേരത്തെ തന്നെ ഈ പ്രദേശങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകണം എന്നുള്ള നിർദ്ദേശങ്ങളെല്ലാം നൽകിയിരുന്നു. ഇപ്പോൾ നിലവിൽ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇപ്പോൾ മഴ പ്രദേശങ്ങളിൽ തീരത്ത് മുഴുവനായി തുടരുകയാണ്. അതുപോലെ തന്നെ കടലും പ്രക്ഷുബ്ധമാണ്. ഈ ചുഴലിക്കാറ്റിൻ്റെ മറ്റ് കാര്യങ്ങളൊന്നും നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. എന്തായാലും ഇത് ഉടൻ തന്നെ തീരത്തേക്ക് വരും എന്നുള്ള ആശങ്ക നിലനിൽക്കുകയാണ്. അജയാണ് വിവരങ്ങൾ നൽകിയത്. ഇതേസമയത്ത് സംസ്ഥാനത്ത് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ശക്തമായ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെ 8 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. നാളെയും 8 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത്. ഡൽഹിയിൽ വായു മലിനീകരണം നിയന്ത്രിക്കാൻ കൃത്രിമ മഴ പെയ്യിക്കാനുള്ള നടപടികൾ പൂർത്തിയായി. തലസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും മേഘങ്ങളിൽ ക്ലൗഡ് സീഡിംഗ് നടത്തി. IIT കാൺപൂരിന്റെ നേതൃത്വത്തിലാണ് 2 ഘട്ട പരീക്ഷണങ്ങൾ നടന്നത്. അതേസമയം മേഘങ്ങളിൽ ഈർപ്പത്തിന്റെ അളവ് കുറവായതിനാൽ പരാജയപ്പെടുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യയിൽ ആദ്യമായാണ് കൃത്രിമ മഴ പെയ്യിക്കുന്നത്. അജയ് സുധാ ബിജു വിവരങ്ങളുമായി ചേരുന്നു. അജയ്, അതുമായി ബന്ധപ്പെട്ട് മറ്റ് നിർദ്ദേശങ്ങളുണ്ടോ? പ്രത്യേകിച്ച് വ്യോമ ഗതാഗതമടക്കമുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പ്രത്യേക നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടോ? ആദ്യമായി ഇങ്ങനെ ഒരു പരീക്ഷണത്തിലേക്ക് കടക്കുമ്പോൾ അത് ഏത് തരത്തിലാണ് അറിയിപ്പുകളൊക്കെ വന്നിരിക്കുന്നത്? അപർണ, നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന പാകിസ്ഥാനിൽ ഉൾപ്പെടെ വായുമലിനീകരണം നിയന്ത്രിക്കാൻ വേണ്ടി പരീക്ഷണം നടത്തി വിജയകരമായി പൂർത്തിയാക്കിയിട്ടുള്ള ഒരു രീതിയാണ് ഈ കൃത്രിമ മഴ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ പാകിസ്ഥാൻ ലാഹോറിലാണ് ഇത്തരത്തിലൊരു പരീക്ഷണം നടന്നത്. അവിടെ 300-ന് മുകളിലുണ്ടായിരുന്ന AQI അത് പിന്നീട് ഈ കൃത്രിമ മഴ പെയ്യിച്ചതിന് ശേഷം അത് 180 കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ഡൽഹിയിൽ ഈ പരീക്ഷണം നടത്താനായിട്ടാണ് ഇപ്പോൾ നിലവിൽ ഇത്തരമൊരു ഈ ക്ലൗഡ് സീഡിംഗ് നടത്തിയിട്ടുള്ളത്. ക്ലൗഡ് സീഡിങ്ങിൻ്റെ 2 ഘട്ടങ്ങൾ പൂർത്തിയാക്കി. മേഘങ്ങളിലേക്ക് രാസവസ്തുക്കൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെ ഒരു പ്രക്രിയ എന്ന് പറയുന്നത് മേഘങ്ങളിലേക്ക് സമുദ്രനിരപ്പിൽ നിന്ന് നിശ്ചിത ഉയരത്തിൽ വെച്ചിട്ട് സിൽവർ അയഡൈഡും അതുപോലെ തന്നെ സോഡിയം ക്ലോറൈഡും ഇത് രണ്ടും സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് രണ്ടും എന്ന് പറയുന്ന ഒരുതരം ഉപ്പിൻ്റെ മിശ്രിതമാണ്. ഇത് മേഘങ്ങളിലേക്ക് എത്തുന്നതോടുകൂടി മേഘങ്ങളിലുള്ള വാട്ടർ കണ്ടൻസ് അത് പെട്ടെന്ന് തന്നെ ഘനീഭവിക്കുകയും അത് മഴയായിട്ട് പെയ്യുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് നടക്കുന്നത്. ഇതിനാണ് ഇപ്പോൾ നിലവിൽ ഒരു തുടക്കമിട്ടിരിക്കുന്നത്. ഈ സ്പ്രേ ചെയ്ത് കഴിഞ്ഞ് സാധാരണയായിട്ട് 15 മുതൽ 30 മിനിറ്റിനകം മഴ പെയ്യാറുള്ളതാണ്. എന്നാൽ ഈ മേഘങ്ങൾ അത് വരണ്ടതാണെങ്കിൽ അത് 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ വരെ സമയം സാധാരണയായി എടുക്കാറുണ്ട്. എന്നാൽ കാറ്റിൻ്റെ വേഗത അതുപോലെ തന്നെ മേഘങ്ങളുടെ ഒരു സാന്ദ്രത, അതിൻ്റെ ഉയരം, അതുപോലെ തന്നെ ദിശ, ഇത് സ്പ്രേ ചെയ്തതിൻ്റെ ദിശ എന്നിവ കണക്കാക്കി മഴ പെയ്യാനും പെയ്യാതിരിക്കാനുമുള്ള സാധ്യതകളുണ്ട്. ഇപ്പോൾ ആദ്യഘട്ടം എല്ലാം ഇന്ന് ഉച്ചയോടെ തന്നെ ആരംഭിച്ചതാണ്. 4 മണിയോടെ തന്നെ ഇതിൻ്റെ 2ാം ഘട്ടവും പൂർത്തിയായി കഴിഞ്ഞു. ഇനി 3ാം ഘട്ടമായിട്ട് മേഘങ്ങളിൽ ഈ ഒരു പ്രക്രിയ അത് നടത്തേണ്ടതുണ്ട്. ഇപ്പോൾ ആദ്യത്തെ 2 ഘട്ടങ്ങൾ അത് വിജയകരമായി തന്നെ പൂർത്തീകരിച്ചു. ആദ്യത്തെ
ഈ രണ്ടാമത്തെ ഘട്ടത്തിൽ അത് 4000 ഫീറ്റ് മുകളിലായിട്ട് 18 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയ ക്ലൗഡ് സീഡിംഗ് ആണ് രണ്ടാം ഘട്ടത്തിൽ നടന്നത്. ആദ്യഘട്ടത്തിൽ അത് 5000 മുതൽ 6000 വരെ അടി ഉയരത്തിലാണ് ഈ ഒരു പ്രക്രിയ നടന്നത്. എന്നാൽ ഇതിൻ്റെ ഒരു വെല്ലുവിളി നേരിടുന്നത് എന്താണെന്ന് പറഞ്ഞാൽ മേഘങ്ങളിൽ ഏറ്റവും മിനിമം 50% ഹ്യൂമിഡിറ്റി എങ്കിലും ഉണ്ടെങ്കിലേ ഈ മഴ പെയ്യാനുള്ള സാധ്യതയുള്ളൂ. എന്നാൽ നിലവിൽ ഡൽഹിയിലുള്ള മേഘങ്ങളിൽ 15 മുതൽ 20% വരെ ഹ്യൂമിഡിറ്റിയാണുള്ളത്. അപ്പോൾ ഈ ഒരു ഹ്യൂമിഡിറ്റി അളവ് വെച്ചിട്ട് മഴ പെയ്യാനുള്ള സാധ്യത അത് വളരെയധികം കുറവാണ്. ഇതുവരെ ഡൽഹിയിൽ മഴ പെയ്തിട്ടില്ല. രാവിലെ മുതൽ തന്നെ മഴമേഘങ്ങൾ ഡൽഹിക്ക് മുകളിലുണ്ടെങ്കിലും ഇതുവരെ മഴ പെയ്തിട്ടില്ല. ഈ സാന്ദ്രത ഈ ഒരു ഹ്യൂമിഡിറ്റിയും മേഘങ്ങളിൽ കുറവായതിനാൽ തന്നെ മഴ പെയ്യാനുള്ള സാധ്യതയും വളരെ കുറവാണ്. ഇതിനു മുൻപേ പരീക്ഷണ പറക്കൽ ഉൾപ്പെടെ നടത്തിയിട്ടാണ് ഇപ്പോൾ IIT കാൺപൂർ ഇത് വിജയകരമായി ക്ലൗഡ് സീഡിംഗ് പൂർത്തീകരിച്ചത്. എന്നാൽ മഴ ഇതുവരെ പെയ്തിട്ടില്ല. മഴ പെയ്യും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. ഇപ്പോൾ സ്വാഭാവികമായി ദീപാവലി കഴിഞ്ഞ് ഇപ്പോൾ ഈ ദിവസങ്ങളിലെല്ലാം ഇപ്പോൾ ഡൽഹിയിലുള്ള AQI അത് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 200 ആ ഒരു റേഞ്ചിലൊക്കെ എത്തിയിട്ടുണ്ട്. ഇതിനു മുൻപേ 300 അല്ലെങ്കിൽ 400 മുകളിലേക്ക് പോയ ഘട്ടങ്ങളുണ്ട്. പല സ്ഥലങ്ങളിലും അപകടകരമായിട്ടുള്ള രീതിയിൽ 500 മുകളിൽ വരെ AQI എത്തിയതാണ്. എന്നാൽ ഇപ്പോൾ നിലവിൽ അത് ഒരു 200 വരെയൊക്കെ എത്തിയിട്ടുണ്ട് ഇപ്പോഴും. എന്നാൽ അത് നോർമലാണ് എന്നുള്ളൊരു സ്ഥിതിയിൽ എത്തിയിട്ടില്ല. ഇപ്പോഴും അത് ഒരു പുവർ കാറ്റഗറിയിൽ തന്നെയാണ് അന്തരീക്ഷ വായുവിൻ്റെ നിലവാരമുള്ളത്. അപ്പോൾ ഇനി മഴ പെയ്യിച്ച് കൂടുതൽ ഒരു അന്തരീക്ഷ വായു നിലവാരം അതൊരു സാധാരണഗതിയിലേക്ക് എത്തിക്കാനാണ് ശ്രമിക്കുന്നത്. ഇനി ഡിസംബറിനോട് അടുക്കുമ്പോൾ അത് കൂടുതൽ വഷളാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോഴാണ് സ്മോഗും അതുപോലെ തന്നെ ഈ അന്തരീക്ഷ വായു നിലവാരം അത് കൂടുതൽ ഒരു മോശമായിട്ടുള്ള അവസ്ഥയിലേക്കൊക്കെ എത്തുക ഡിസംബർ സമയത്താണ്. അപ്പോൾ അതിന് മുൻപേ തന്നെ മഴ പെയ്യിച്ച് ഒരു സാധാരണ നിരയിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യം. രേഖ ഗുപ്ത, ഇത് ഡൽഹി മുഖ്യമന്ത്രിയായിട്ടുള്ള രേഖ ഗുപ്ത ഉൾപ്പെടെ ഈ ക്ലൗഡ് സീഡിംഗ് അത് ഡൽഹിക്ക് അനിവാര്യമാണ് എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ വഴി പറഞ്ഞിരുന്നു. എന്നാൽ ചില വെല്ലുവിളികളും ഇതിൽ നേരിടുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈ ക്ലൗഡ് സീഡിംഗ് ചെയ്യുന്നത് വഴി ഈ ഒരു അന്തരീക്ഷ ഒരു കാലാവസ്ഥയിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട്. പ്രളയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഇതിൽ ചേർക്കുന്ന ഈ സാൾട്ടിൻ്റെ കണ്ടന്റ് കൂടിപ്പോയാൽ അത് മണ്ണിനുൾപ്പെടെ ദോഷം ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ചില വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഇന്ത്യയിൽ ആദ്യമാണ് ഇത് വിജയിച്ചു കഴിഞ്ഞാൽ ഇനി ഇതിന്റെ സുധാ ബിജുവിന്റെ ആദ്യമായി ക്ലൗഡ് സീഡിംഗ് നടത്തി വായു മലിനീകരണം നിയന്ത്രിക്കാൻ കൃത്രിമ മഴ പെയ്യിക്കാൻ ഒരുങ്ങുന്നു ദില്ലിയിൽ. ഇനി ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. നിരവധി ജനപ്രിയ വാഗ്ദാനങ്ങളുമായി ബീഹാറിൽ മഹാസഖ്യത്തിന് സംയുക്ത പ്രകടന പത്രിക പുറത്തിറക്കി. ഓരോ കുടുംബത്തിലെയും ഒരാൾക്ക് സർക്കാർ ജോലി. തേജസ്വി പ്രാണപത്ര എന്ന പേരിലുള്ള പ്രകടന പത്രികയുടെ പ്രധാന വാഗ്ദാനമാണ്. തേജസ്വി യാദവും മുകേഷ് സാനിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ ചേർന്നാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത്. बिहार को हम लोगों को बनाने का काम करना है. केवल सरकार ही नहीं बनाना, बल्कि बिहार को बनाना है. बिहार कैसे बनेगा, हमारा विजन क्या होगा, रोड मैप क्या होगा, ब्लूप्रिंट क्या होगा, हम लोगों ने हमेशा बिहार की जनता के सामने, आप लोगों के समक्ष अपनी बात को रखा है. और आज भी बेहद खुशी की बात है कि आज हम सब लोग महागठबंधन के सभी साथी मिलकर के साझा रूप से आप लोगों के समक्ष, बिहार के लोगों के समक्ष संकल्प पत्र जो है रखा है. यानी हम लोगों का प्रण है. വിവരങ്ങളുമായി മനു ഭരത് ചേർന്നു. മനു, പ്രസ്റ്റീജ് വിഷയമായി ഇരുഭാഗവും കണക്കാക്കുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിൽ പ്രകടന പത്രികയിൽ മഹാസഖ്യം മുന്നോട്ട് വയ്ക്കുന്നത് തൊഴിലില്ലായ്മ പരിഹരിക്കുന്ന വിഷയങ്ങൾ തന്നെയാണോ? ഏത് തരത്തിലാണ് പ്രകടന പത്രിക? അപ്പുറത്തു നിന്നുള്ള പ്രതികരണങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത്? അപർണ സൂചിപ്പിച്ചതുപോലെ ബീഹാർ കാ തേജസ്വി പ്രാൺ എന്ന പേരിലുള്ള ഈ ഘോഷണാപത്ര അല്ലെങ്കിൽ പത്രം വ്യക്തമാക്കുന്നത് ഒരു ജനപ്രിയ മുഖം തങ്ങളുടെ മുന്നണിക്ക് ഉണ്ട് എന്നതാണ്. അതിൽ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം ഒരു കുടുംബത്തിലെ ഒരാൾക്ക് സർക്കാർ ജോലി നൽകുക എന്നതാണ്. അതിന് അധിക കാലതാമസവുമില്ല. വന്നു കഴിഞ്ഞാൽ 20 ദിവസത്തിനകം
ഒരു നിയമ ഭേദഗതി കൊണ്ടുവന്ന് അത്തരത്തിലുള്ള ഒരു നീക്കം, ഒരു കുടുംബത്തിൽ ഒരാൾക്ക് ജോലി കിട്ടുന്നതിനുള്ള, സർക്കാർ ജോലി കിട്ടുന്നതിനുള്ള ഒരു നീക്കം ഉണ്ടാകും എന്ന് വ്യക്തമാക്കുന്നു. അതുപോലെ ആം ആദ്മി പാർട്ടി പലയിടങ്ങളിൽ ഉപയോഗിച്ച് വിജയിച്ച ഒരു തന്ത്രം വൈദ്യുതി സൗജന്യമായി നൽകുക, 200 യൂണിറ്റ് വരെ മാത്രം വൈദ്യുതി ഉപയോഗിക്കുന്നവർക്ക് അത് സൗജന്യമായി നൽകുക എന്ന ഒരു ആശയം ഈ പ്രകടന പത്രിക മുന്നോട്ട് വയ്ക്കുന്നു. അതുപോലെ തന്നെ IT പാർക്കുകളെക്കുറിച്ച്, സ്പെഷ്യൽ എക്കണോമിക് സോൺസിനെ കുറിച്ച്, അങ്ങനെ നിരവധി വിഷയങ്ങൾ അവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. ഒപ്പം ഈ ബീഹാറിലെ ഒരു റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടുള്ള ജീവിക ദീദിമാർ ഉണ്ട്. അതായത് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ ഭാഗമായി വേൾഡ് ബാങ്ക് ഗൈഡുള്ള ഒരു പദ്ധതിയിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തകരാണ് ഈ ജീവിക ദീദിമാർ. അവരെ സ്ഥിരപ്പെടുത്തുക, അവർക്ക് ഈ സ്ഥിര ജീവനക്കാരുടെ ആ ഒരു നിലവാരത്തിലേക്ക് അവരെ കൊണ്ടുവരിക, അങ്ങനെ ബീഹാറിൻ്റെ സർവ്വതല സ്പർശിയായ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള ഒരു പ്രകടന പത്രികയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന് ബീഹാർ പൂർണ്ണമായും മദ്യ നിരോധിതമായ ഒരു സംസ്ഥാനമാണ്. അവിടെ ഇപ്പോൾ കള്ള് വേണമെങ്കിൽ ഈ അബ്കാരി നിയമങ്ങളുടെ പുറത്താക്കാം, അത് അനുവദിക്കാം എന്നൊരു നിലപാട് തേജസ്വി മുന്നോട്ട് വയ്ക്കുന്നു. വഖഫ് നിയമങ്ങൾ എടുത്ത് കുപ്പത്തൊട്ടിയിലിടും എന്ന പ്രഖ്യാപനം തേജസ്വി മുന്നോട്ട് വയ്ക്കുന്നു. അങ്ങനെ എല്ലാ വിഭാഗങ്ങളെയും, പ്രത്യേകിച്ച് ദളിത്, പിന്നോക്ക, ന്യൂനപക്ഷ വിഭാഗങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ആശയങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് 25 പദ്ധതികളുമായി ബീഹാറിൻ്റെ ഒരു പ്രകടന പത്രിക തേജസ്വി കാ പ്രാൺ എന്ന പേരിൽ പുറത്തിറക്കിയിട്ടുള്ളത്. അപ്പോൾ വരും ദിവസം ഇതിൻ്റെ മറുവിഭാഗം BJPയും അതുപോലെ NDA സഖ്യത്തിലെ നേതാക്കളും ഇതിൻ്റെ പ്രതികരണങ്ങൾ നൽകുന്നതേ ഉള്ളൂ. ഇപ്പോൾ BJP അതിനെ സംബന്ധിച്ചുള്ള പ്രതികരണങ്ങൾ എപ്പോൾ നൽകും എന്ന് എല്ലാവരും ഉറ്റുനോക്കുന്നു. അതേസമയം ഈ മുന്നണിക്കകത്തുള്ള ഇപ്പോൾ MLA ദീപാങ്കർ ഗുപ്ത അടക്കമുള്ള ആളുകൾ, CPIയുടെ അവിടെ എത്തിയിട്ടുള്ള രാം നരേഷ് തുടങ്ങിയ നേതാക്കളെല്ലാം തന്നെ പ്രകടന പത്രിക ബീഹാറിൻ്റെ സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും വികസനം ഉറപ്പാക്കുന്നതിനും സർവ്വതല സ്പർശിയായ ഒരു ഭരണം ഉറപ്പാക്കുന്നതിനുമൊക്കെ പര്യാപ്തമാണ് എന്നൊരു നിലപാടാണ് ഇന്ന് അവർ വ്യക്തമാക്കിയിട്ടുള്ളത്. മനു ഭരത് വിവരങ്ങൾ. രാജ്യവ്യാപക SIRന് തുടക്കം. കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലുമാണ് 2ാം ഘട്ടത്തിൽ നടപടികൾ തുടങ്ങിയത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ കേരളത്തിനൊപ്പം തമിഴ്നാടും പശ്ചിമ ബംഗാളും രംഗത്ത് വന്നു. വിഷയം ചർച്ച ചെയ്യാൻ നവംബർ 2 MK സ്റ്റാലിൻ സർവകക്ഷി യോഗം വിളിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം ബംഗാളാണെന്ന് തൃണമൂൽ നേതാവ് ഡെറിക് ഒബ്രിയാൻ പ്രതികരിച്ചു. SIR നടപ്പാക്കുമെന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രഖ്യാപനം ജനാധിപത്യ പ്രക്രിയയുടെ വെല്ലുവിളിയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അസാധ്യമാണെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർ തന്നെ അറിയിച്ചതാണ്. എന്നിട്ടും പ്രക്രിയ ഉടനടി നടപ്പാക്കിയേ തീരൂ എന്ന നിർബന്ധം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംശയത്തിന് നിഴലിലാക്കുന്നതാണെന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചു. അതിനിടെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ജില്ലാ കളക്ടർമാരുടെ യോഗം വിളിച്ചു ചേർത്തു. സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം നാളെയാണ്. വോട്ടർ പട്ടികയിൽ CPM വ്യാപകമായി കള്ളവോട്ട് ചേർക്കുന്നുവെന്ന് കെ സുരേന്ദ്രൻ. തെറ്റായ പ്രചാരവേലയിൽ നിന്ന് ഇരു മുന്നണികളും പിന്മാറണം. CPMനൊപ്പം കള്ളവോട്ട് ആരോപണം ഉന്നയിച്ച കോൺഗ്രസ് വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ ഒന്നിച്ച് പ്രമേയം പാസാക്കിയെന്നും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. വ്യാജ വോട്ടുകൾ ഇല്ലാത്തവർ എന്തിനാ പേടിക്കുന്നത്? എന്തിനാണ് LDFും UDFും ഭയപ്പെടുന്നത്? തങ്ങൾ ഇരട്ട വോട്ട് ചേർത്തില്ലെങ്കിൽ, വ്യാജ വോട്ടുകൾ ചേർത്തില്ലെങ്കിൽ എന്തിനാ ഭയപ്പെടുന്നത്? അപ്പൊ ജനഹിതം തങ്ങൾക്കെതിരായി മാറുമോ? കുതന്ത്രങ്ങളിലൂടെ ജയിച്ചുകൊണ്ടിരുന്നത് ഇനി നടക്കാതെ വരുമോ? ഈ ഒരു വേവലാതിയാണ് LDFനെയും UDFനെയും ഇപ്പോൾ ബാധിച്ചിരിക്കുന്നത്. അത് ജനങ്ങൾക്ക് നന്നായി ബോധ്യമായിട്ടുണ്ട്. ഒരു പൗരനും, കേരളത്തിൽ താമസിക്കുന്ന ഒരു പൗരനും അവരുടെ വോട്ടവകാശം നഷ്ടപ്പെടുകയില്ല. ഒരിടത്ത് വോട്ട് ചെയ്യാനുള്ള അവസരം എല്ലാവർക്കും ഉണ്ടാവും. അതിന് പറ്റിയ രീതിയിലുള്ള സംവിധാനങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയത് എന്ന് ഇന്നലത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് ബോധ്യമായിരിക്കുകയാണ്. ഫീസ് വർധനവിനെ തുടർന്ന് കേരള കാർഷിക സർവകലാശാലയിൽ നിന്ന് ബിരുദ പഠനം ഉപേക്ഷിച്ചു മടങ്ങിയ വിദ്യാർത്ഥിക്ക് പഠന സൗകര്യം ഉറപ്പാക്കുമെന്ന് സർക്കാർ. താമരശ്ശേരി സ്വദേശി അർജുനാണ് കാർഷിക സർവകലാശാലയിലെ പഠനം ഉപേക്ഷിച്ചു മടങ്ങിയത്. എന്നാൽ ഫീസ് ഇളവിന് അർഹതയുള്ള വിദ്യാർത്ഥിയുടെ വാദത്തിൽ കഴമ്പില്ല എന്ന നിലപാടിലാണ് സർവകലാശാല. സർക്കാർ ഉറപ്പു നൽകിയാലും ഇനി പഠനത്തിനില്ല എന്ന നിലപാടിലാണ് വിദ്യാർത്ഥി. തിരുവനന്തപുരം വെള്ളായണി കാർഷിക സർവകലാശാലയിലെ 1ാം വർഷ ബിരുദ വിദ്യാർത്ഥിയായിരുന്നു അർജുൻ. പ്രവേശന സമയത്ത് വിജ്ഞാപനത്തിൽ ഫീസ് ഒരു സെമസ്റ്ററിന് 12,000 രൂപയായിരുന്നു.
എന്നാൽ പുതിയ വിജ്ഞാപന പ്രകാരം ഫീസ് കുത്തനെ ഉയർത്തി. ഹോസ്റ്റൽ ഫീസ്, അനുബന്ധ ചിലവുകൾ എന്നിവ കണക്കിലെടുക്കുമ്പോൾ ഒരു വർഷം 1.5 ലക്ഷം രൂപയിലധികം ചെലവ് വേണ്ടിവരും. ഭാരിച്ച തുക കണ്ടെത്താനാകാതെ പഠനം ഉപേക്ഷിച്ച് അർജുൻ നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. യൂണിവേഴ്സിറ്റി പതിവിലുള്ള ഫീസിനെക്കാട്ടിലും 3 ഇരട്ടി ഫീസ് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇറങ്ങിയത്. ഏകദേശം ഒരു 8 സെമസ്റ്റർ പഠിക്കുമ്പോഴേക്കും ഒരു പ്രൈവറ്റ് കോളേജിൽ അടയ്ക്കേണ്ട തുക ഞാൻ ആ കോളേജിൽ അടയ്ക്കേണ്ടി വരും. അതുകൂടാതെ ഹോസ്റ്റൽ ഫീസ്, നമ്മളെ ചെലവ് എന്നൊക്കെ പറഞ്ഞ് നല്ലൊരു എമൗണ്ട് അടയ്ക്കേണ്ടി വരും. അർജുൻ പഠനം ഉപേക്ഷിച്ചത് ചർച്ചയായതോടെ കൃഷിമന്ത്രി പി പ്രസാദ് വിഷയത്തിൽ ഇടപെട്ടു. അടിയന്തരമായി വിദ്യാർത്ഥിയെ തിരികെ എത്തിക്കണമെന്ന് മന്ത്രി നിർദ്ദേശം നൽകി. ഫീസ് വർധനയുടെ പേരിൽ ഒരു വിദ്യാർത്ഥിയുടെയും പഠനം മുടങ്ങില്ല. പ്രത്യേക ഇളവിന് അർഹതയുള്ള കുട്ടിയാണ് അർജുനെന്നും മന്ത്രി പറഞ്ഞു. ആ വിദ്യാർത്ഥിയെ അടിയന്തരമായി ബന്ധപ്പെടണമെന്നും അദ്ദേഹത്തിനെ തിരികെ കോളേജിൽ പ്രവേശിപ്പിക്കണമെന്നും സർവകലാശാല അധികൃതരോട് പറഞ്ഞിട്ടുണ്ട്. അവരിപ്പോൾ തന്നെ ഓൾറെഡി മെയിൽ അയച്ചിട്ടുണ്ട്. ആ വിദ്യാർത്ഥി ഫീസ് ആനുകൂല്യത്തിന്റെ പരിഗണനയിൽ വരുന്ന കുട്ടിയാണ്. ഒരു കാരണവശാലും പോകേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് ആ ഫീസ് അടച്ചല്ല, ആദ്യം അടയ്ക്കുന്ന ഒരു ചെറിയ പൈസ അല്ലാണ്ട് പിന്നീട് പൈസ അടയ്ക്കേണ്ട ആവശ്യമേ ഇല്ല. അതെന്തോ ചില തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടോ? അദ്ദേഹം തന്നെ പറയുന്നത് ഞാൻ കേട്ടു, സീനിയേഴ്സ് പലരും പറഞ്ഞു എന്നാണ്. സീനിയേഴ്സ് പറയുന്ന അനുസരിച്ചല്ലല്ലോ നമ്മൾ തീരുമാനിക്കേണ്ടത്. സീനിയേഴ്സ് അല്ലല്ലോ ഒരു കോളേജിന്റെയോ സർവകലാശാലയുടെയോ ഏറ്റവും ഉന്നതരായ അധികാരികൾ എന്ന് പറയുന്നത്. ഫീസ് കുത്തനെ ഉയർത്തിയതിനെ തുടർന്നാണ് പഠനം ഉപേക്ഷിച്ചതെന്ന അർജുന്റെ വാദം വ്യാജമാണെന്നായിരുന്നു കാർഷിക സർവകലാശാല VC ഡോക്ടർ B അശോകിന്റെ പ്രതികരണം. ഫീസ് ഇളവിന് അർഹനായ വിദ്യാർത്ഥിയാണ് അർജുൻ. പഠനം ഉപേക്ഷിച്ചതിന് മറ്റെന്തെങ്കിലും കാരണമുണ്ടാകുമെന്നും B അശോക് പറഞ്ഞു. അത് അയാൾ ഫസ്റ്റ് ക്ലാസ് ഫ്രോഡ് അല്ലേ? കാരണം ഞാൻ ചോദിക്കട്ടെ, അയാൾ ഫീ കൺസെഷൻ കാറ്റഗറി അല്ലേ? ഫീ കൺസെഷൻ ഉള്ള കുട്ടിയാണല്ലോ. ഞാൻ പരിശോധിച്ചു, അയാൾക്ക് 1 ലക്ഷം രൂപ ഇൻകം ഉള്ളൂ. അപ്പൊ അയാൾ ചേരുന്ന സമയത്ത് ഫീസ് അടയ്ക്കുകയും അത് ഗവൺമെന്റിൽ നിന്ന് റീംബേഴ്സ് ചെയ്യുകയും ആ സംവിധാനത്തിൽ പോകുന്ന ഒരു കുട്ടിയാണ്. അയാൾ ഡിസ്കണ്ടിന്യൂ ചെയ്തതിന് വേറെ എന്തെങ്കിലും കാരണങ്ങൾ കാണും. സർവകലാശാലയിൽ മടങ്ങിയെത്താൻ മന്ത്രി നിർദ്ദേശം നൽകിയെങ്കിലും ഈ സ്ഥാപനത്തിൽ ഇനി പഠിക്കാനില്ലെന്നാണ് അർജുന്റെ നിലപാട്. വിദ്യാർത്ഥികൾക്ക് സർവകലാശാലയിൽ പഠന സഹായം ലഭിക്കുമെങ്കിലും മാസങ്ങളോളം കുടിശ്ശികയുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്നും അർജുൻ പറഞ്ഞു. ഈ ഗ്രാൻസ് വഴി തിരിച്ചു കിട്ടുമായിരിക്കും. എനിക്ക് അതിൽ വിശ്വാസമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് എന്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ കോളേജിൽ നിന്ന് TC വാങ്ങി ഇറങ്ങിയത്. അല്ലാതെ വേറെ ഒരു ഒരു ശക്തിന്റെ പ്രേരണ കൊണ്ടെന്നല്ല ഞാൻ ഇറങ്ങിയത്. ഞാനൊരു കോഴ്സ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഡിപ്ലോമ കഴിഞ്ഞിട്ടുണ്ട്. അതിലും ഞാൻ ഈ ഗ്രാൻസിന് ഇറങ്ങുന്നതായിരുന്നു. പക്ഷെ അന്ന് ഈ ഗ്രാൻസിനെ വെച്ചിട്ട് ആ കോഴ്സ് എന്റെ 3 കൊല്ലത്തിനടുത്ത് ആയി. എനിക്ക് ഇതുമായിട്ട് ഈ ഗ്രാൻസിന്റെ ഫണ്ട് കയറിയിട്ടില്ല. അപ്പൊ ഞാൻ എന്ത് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ കോളേജിൽ കയറിയിട്ട് എനിക്ക് ഈ ഗ്രാൻസ് കിട്ടുന്ന വിചാരിക്കുന്നത്? സർവകലാശാലയിലെ വൻ ഫീസ് വർധനയ്ക്കെതിരെ വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധമുയർത്തി. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ഫീസ് വർധനവ് അനിവാര്യമെന്നായിരുന്നു അധികൃതരുടെ നിലപാട്. വിദ്യാർത്ഥി പഠനം അവസാനിപ്പിച്ച സാഹചര്യത്തിൽ വീണ്ടും സർവകലാശാലയ്ക്കെതിരെ സമരം തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് SFI അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ. ന്യൂസ് 18 കോഴിക്കോട്. മറ്റു വാർത്തകൾക്ക് മുൻപ് ഇടവേള. ആർക്കുമാവില്ല. ജീവിതം ഒട്ടേറെ ബാക്കിയുണ്ടെന്ന് യുവതലമുറ. ചൂർ വരന്തരപ്പള്ളി സ്വദേശി ഷീജ പ്രഭാകരൻ കടവന്ത്ര പോലീസിന് പരാതി നൽകി. 2024 ജനുവരി 29 തൃശൂർ ജീവ ലാബിൽ നടത്തിയ പരിശോധനയിലാണ് ഷീജ പ്രഭാകരന് ക്യാൻസർ ഉണ്ടെന്ന് അറിയിച്ചത്. വിദഗ്ധ ചികിത്സയ്ക്കായി കടവന്ത്ര ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ആശുപത്രിയിൽ ഡോക്ടർ VP ഗംഗാധരനെ സമീപിച്ചു. പരിശോധന ഒരിക്കൽ കൂടി നടത്തണമെന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ലേക്ക് ഷോർ ആശുപത്രിയിലേക്ക് സാമ്പിളുകൾ അയച്ചു. ഫെബ്രുവരി 17 ലഭിച്ച ഫലമനുസരിച്ച് ഷീജയ്ക്ക് ക്യാൻസർ ഇല്ലെന്ന് കണ്ടെത്തി. പക്ഷേ ഈ ഫലം പരിശോധിക്കാതെ ഇന്ദിരാഗാന്ധി ആശുപത്രിയിലെ സർജൻ ഡോക്ടർ ജോജോ വി ജോസഫ് 17-ാം തീയതി ഷീജയുടെ വലതുമാരടം നീക്കം ചെയ്തു എന്നാണ് പരാതി. ആള് ഒരു മരുന്നും എനിക്ക് കഴിക്കുന്നില്ല. ആള് വന്നു, ആ തേട് വാങ്ങി കൊണ്ടുവന്ന് രണ്ടാമത് നോറ്റിട്ട് നമ്മുടെ ഓട്ടം എടുത്താൻ വന്നു. അത് കഴിഞ്ഞിട്ട് അവര് നോറ്റി 13-ാം തീയതി റിപ്പോർട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് ഓപ്പത്തിന്റെ ചെയ്തത് 17-ാം തീയതി എന്നെ. അപ്പൊ ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നില്ല. അതേസമയം ആരോപണം തള്ളി ഡോക്ടർ ജോജോ വി ജോസഫ് രംഗത്തെത്തി. സ്വകാര്യ ലാബിലെ പരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർജറി ചെയ്തത്. കുടുംബത്തിന്റെ ആവശ്യപ്രകാരമാണ് വലതുമാരടം നീക്കം ചെയ്തതെന്നും ഡോക്ടർ പറഞ്ഞു. അപ്പം എന്നെ ഒരു സർജൻ എന്ന നിലയിൽ എന്റെ അടുത്ത് വരുമ്പോൾ എനിക്ക് അറിയേണ്ടത് ഈ പർട്ടിക്കുലർ പേഷ്യന്റിന് സർജറി ചെയ്യണോ വേണ്ടിയെന്ന് അറിയണമെങ്കിൽ 2 കാര്യങ്ങളാണ് എനിക്ക് അറിയേണ്ടത്. ഒന്ന്, ഈ പേഷ്യന്റിന് ക്യാൻസർ ഉണ്ടോ, അതിന്റെ റിപ്പോർട്ട് ഉണ്ടോ? ഉണ്ട്. അത് അവരെനിക്ക് തന്നു. അതാണ് ജീവ ലബോറട്ടറീസിന്റെ, ഞാൻ അതിന്റെ കോപ്പി എന്റെ ഞാൻ അയച്ചു തരാൻ ഈ ഫോണിൽ പറഞ്ഞത്. ആ റിപ്പോർട്ടാണ്. അതിൽ MD പതോളജിസ്റ്റ് NABL അക്രഡിറ്റഡ് ലാബിലെ സീനിയർ പതോളജിസ്റ്റിന്റെ റിപ്പോർട്ടുണ്ട്. ഇൻഫിൽട്രേറ്റിംഗ് ഡക്ട് കാർസിനോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രസ്റ്റ് ക്യാൻസർ. അപ്പൊ ആദ്യത്തെ ഭാഗം തീർന്നു. ഇനി രണ്ടാമത് എനിക്ക് അറിയേണ്ടത് ഈ
ഭാഗത്തേക്ക് പോയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട്. അതുമില്ല. അതിനുശേഷമാണ് സർജറിക്ക് റെക്കമെൻഡ് ചെയ്തത്. ആ സർജറിക്ക് 16-ാം തീയതി വരാനായിട്ട് ഞാൻ റെക്കമെൻഡേഷൻ കൊടുക്കുന്നു. അവർ വന്ന് അഡ്മിറ്റഡ് ആവുന്നു. ഒരു സർജറി ചെയ്ത് തിരിച്ചു പോകുന്നു. ഇതാണ് സംഭവം. തൃശൂർ ജീവ ലാബ് 1-ാം പ്രതിയും ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ആശുപത്രി ഡോക്ടർ ജോജോ വി ജോസഫ് എന്നിവർ 2-3 പ്രതികളാക്കിയാണ് പോലീസ് കേസെടുത്തത്. എന്നാൽ പോലീസ് ആശുപത്രിക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് കുടുംബം ആരോപിച്ചു. ഈ ലക്ഷറിയത്തെ റിപ്പോർട്ട് 13-ാം തീയതി വന്നിട്ടുണ്ടായിരുന്നു. ഓപ്പറേഷൻ ചെയ്യണേക്കാളും കുറച്ച് 4 ദിവസം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു ഈ റിസൾട്ട്. അതിൽ നെഗറ്റീവായിരുന്നു. എന്നിട്ട് അത് അവർ നോക്കാണ്ട് ഓപ്പറേഷൻ ചെയ്തു. എന്നിട്ട് അത് വീണ്ടും ബയോപ്സിക്ക് അയച്ചു, പരിശോധിക്കാൻ അയച്ചു. അപ്പൊ അതിൽ റിസൾട്ട് ഒരു 18-ാം തീയതി ആയിട്ടാ വന്നത്. 18-ാം തീയതി അയച്ചു. മാർച്ച് 7-ാം തീയതി ആയിട്ടാ പിന്നെ വന്ന റിസൾട്ട്. അപ്പൊ അതില് നെഗറ്റീവായിരുന്നു റിസൾട്ട്. അപ്പൊ നെഗറ്റീവായപ്പോ ഞങ്ങള് ഗംഗാധര സാറിനെ കാണാൻ പോയി. കണ്ടു. അപ്പൊ ആൾക്ക് എന്തോ ഒരു ഇത് തോന്നിണ്ടായിരുന്നു. അപ്പൊ തന്നെ ആള് പറഞ്ഞു, ഞാനിതൊന്നും കൂടി ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, വേറെ മരുന്നും കാര്യങ്ങളൊന്നും കഴിക്കണ്ട, നിങ്ങൾ ഇത് കഴിച്ചാൽ മതി എന്ന് ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം മാനസികമായും ശാരീരികമായും വലിയ ബുദ്ധിമുട്ടിലാണ് ഷീജ. നീതി ലഭിക്കുന്നതുവരെ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. ന്യൂസ് 18 കൊച്ചി. വാഹനങ്ങളുടെ ഉടമസ്ഥാവകാശം മറയാക്കിയും ഇൻഷുറൻസ് തട്ടിപ്പ്. മറ്റൊരാൾക്ക് വാഹനം വിറ്റ് മാസങ്ങൾക്ക് ശേഷമാണ് തിരുവനന്തപുരം കാലടി സ്വദേശിനി ഗീത 2 കേസുകളിൽ പ്രതിയായത്. ഗീതയിൽ നിന്ന് വാഹനം വാങ്ങിയ കേശവദാസപുരം സ്വദേശി വിദ്യാധരനായിരുന്നു തട്ടിപ്പിന് പിന്നിൽ. ഇയാൾ വേറെയും നിരവധി ഇൻഷുറൻസ് തട്ടിപ്പ് കേസുകളിൽ ആരോപണ വിധേയനാണ്. കാലടി സ്വദേശി ഗീത എന്ന വീട്ടമ്മ തിരുവനന്തപുരം റൂറൽ SP കൊടുത്ത പരാതിയാണിത്. തിരുവനന്തപുരം MACT കോടതിയിൽ നിന്ന് നോട്ടീസ് ലഭിക്കുമ്പോഴാണ് 2 വാഹനാപകട കേസുകളിൽ പ്രതിയാണെന്ന് ഗീത ഞെട്ടലോടെ തിരിച്ചറിഞ്ഞത്. 2017 ഓഗസ്റ്റ് 30 തോന്നക്കലിൽ വെച്ച് സ്കൂട്ടർ അപകടത്തിൽപ്പെട്ടു എന്നായിരുന്നു പരാതി. ഗീതയുടെ പേരിലുള്ള സ്കൂട്ടർ ഓടിച്ചിരുന്നത് ഭർത്താവ് രാധാകൃഷ്ണനായിരുന്നു. അദ്ദേഹം ഒരിക്കൽ പോലും സ്കൂട്ടറിൽ തോന്നക്കലിലേക്ക് പോയിട്ടുമില്ല. മാത്രവുമല്ല, സ്കൂട്ടർ 2018 ജൂണിൽ വിദ്യാധരൻ എന്നയാൾക്ക് വിറ്റിരുന്നു. ഉടമസ്ഥാവകാശവും കൈമാറി. എന്നിട്ടും എങ്ങനെ കേസിൽ പ്രതിയായി എന്ന ഗീതയുടെ കുടുംബത്തിന്റെ അന്വേഷണമാണ് തട്ടിപ്പിലേക്ക് വെളിച്ചം വീശിയത്. വണ്ടി ഭാര്യയുടെ പേരിലായിരുന്നു. ഭാര്യ ഓട്ടിക്കാറില്ല, ഞാനാണ് ഓട്ടിക്കുന്നത്. ഞാനാണെങ്കിൽ സിറ്റി ഇട്ട് ഒരിടത്തും പോകില്ല. മംഗലാപുരത്ത് വെച്ച് സംഭവിച്ചതാണ് പറഞ്ഞിരിക്കുന്നത്. മംഗലാപുരം ആ ഭാഗത്ത് വെച്ച് സംഭവിച്ചതാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അങ്ങോട്ടും പോയിട്ടില്ല, ഒന്നുമില്ല. മാത്രമല്ല, ഈ നോട്ടീസ് കിട്ടുന്ന സമയത്ത് എനിക്ക് വണ്ടി എൻ്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞിരുന്നു. എന്നാൽ ഈ നോട്ടീസ് പറയുന്ന ഡേറ്റ് അനുസരിച്ച് ആ സമയത്ത് വണ്ടി എൻ്റെ കയ്യിൽ തന്നെയാണ്, വേറെ ആളുടെ കയ്യിലുമല്ല. അങ്ങനെ ഞാനിത് അന്വേഷിക്കാൻ പോയപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയൊക്കെ കാര്യങ്ങൾ അന്വേഷിച്ചു. അപ്പോഴത്തേക്ക് അവിടുന്ന് വ്യക്തമായൊരു കാര്യങ്ങളൊന്നും തന്നില്ല. അപ്പോൾ അവിടെ അന്നത്തെ SI പുതിയ ആളായിരുന്നു. അപ്പോൾ ഞാൻ ഇതെല്ലാം പറഞ്ഞപ്പോൾ പുള്ളി ഒക്കെ ബോധ്യപ്പെട്ട എന്നോട് പറഞ്ഞൊരു കാര്യം ചെയ്യണം, എനിക്ക് മുമ്പിരുന്ന ആളുകളാണ് ചെയ്തത്, എനിക്കത് കയറി അതിൽ എന്തെങ്കിലും ചെയ്യാനൊക്കില്ല, നിങ്ങളൊരു കാര്യം ചെയ്യുക, റൂറൽ SP ഒരു പെറ്റീഷൻ കൊടുക്കുക, എന്നിട്ട് അത് വരുമ്പോൾ ഞാൻ അത് അന്വേഷിക്കാം. അങ്ങനെ റൂറൽ SP പരാതി കൊടുത്തു. പുള്ളി കൊടുത്തു. അന്ന് തന്നെ എല്ലാം അന്വേഷണം പറഞ്ഞുകൊണ്ട് പിന്നെ ഇൻറ്റിമേഷൻ കൊടുത്തു. പിന്നെ റിട്ടേണായി. അവിടെ അന്വേഷിച്ചപ്പോഴത്തേക്കാണ് അവിടുത്തെ റൈറ്റർ, അഡീഷണൽ SI, അഡ്വക്കേറ്റ്, പിന്നെ ഇത് ചില സ്ഥിരം ആളുകളുണ്ടെന്നാണ് അവിടെ നിന്ന് അറിഞ്ഞത്. ഇതാണ് ഇത് കേസ് ഉണ്ടാക്കിയതാണ്. ഗീത പോലീസിൽ പരാതി നൽകിയതോടെ തിരുവനന്തപുരം MACT കോടതിയിൽ നിന്ന് കേസ് പിൻവലിച്ചു. പിന്നെ വിദ്യാധരനെ 1-ാം പ്രതിയാക്കി അതേ കേസ് ആറ്റിങ്ങൽ MACT കോടതിയിൽ ഫയൽ ചെയ്തു. P. ബാലചന്ദ്രൻ നായരായിരുന്നു അഭിഭാഷകൻ. ഇൻഷുറൻസ് കമ്പനിയും സമാന്തരമായ അന്വേഷണം നടത്തി. അപകടം നടക്കുമ്പോൾ വിദ്യാധരനായിരുന്നു വാഹനത്തിന്റെ ഉടമയെന്ന് കണ്ടെത്തി പരാതിയും നൽകി. ഈ കേസിൽ വിദ്യാധരൻ, അഭിഭാഷകൻ, ക്ലർക്ക് ഉൾപ്പെടെയുള്ളവർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. കുറ്റപത്രവും നൽകി. ഈ ഒരു കേസിൽ ഒതുങ്ങുന്നതല്ല വിദ്യാധരന്റെ തട്ടിപ്പ് കഥകൾ. മറ്റൊരു കേസിൽ ഇയാൾ ക്ലെയിം നേടിയെടുത്തത് സൈമൺ എന്നയാളുടെ മെഡിക്കൽ രേഖകൾ ഉപയോഗിച്ചാണ്. ഇതിന് വിദ്യാധരന് ട്രീറ്റ്മെന്റ് സർട്ടിഫിക്കറ്റ് നൽകിയത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർ M. ഗണേഷ്. പല കേസുകളിലും FIR ഇട്ട് സഹായിച്ചത് കാട്ടാക്കട SI T. സുരേന്ദ്രൻ. വക്കാലത്ത് ഫയൽ ചെയ്തത് അഡ്വക്കേറ്റ് കാട്ടാക്കട സതീഷ് കുമാറും.
ഓരോ കേസുകളിലും വിദ്യാധരന്റെ പ്രായവും വിലാസവും മാറും. ഗീതയിൽ നിന്ന് വാങ്ങിയ KL01 BM 5984 എന്ന വാഹനം ഉപയോഗിച്ച് തന്നെ ഇയാൾ പല കേസുകളിലും ഇൻഷുറൻസ് തട്ടിയെടുക്കാൻ ശ്രമിച്ചു. നെയ്യാറ്റിൻകര MACT കോടതിയിൽ മാത്രം വിദ്യാധരൻ ഉൾപ്പെട്ട 6 കേസുകളാണുള്ളത്. VV അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറിയെയും തിരുവാഭരണ കമ്മീഷണർമാരെയും ഉടൻ ചോദ്യം ചെയ്യാൻ നീക്കം. ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ദേവസ്വം ബോർഡ് ജീവനക്കാരെ ഉൾപ്പെടെ പ്രത്യേക അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്യുക. അതിനിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർദ്ദേശപ്രകാരം സ്വർണം വാങ്ങിയ കൽപേഷിനെ ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. ജ്വല്ലറി ഉടമ പറഞ്ഞതനുസരിച്ചാണ് സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് സ്വർണം വാങ്ങിയതെന്ന് കൽപേഷ് പറഞ്ഞു. ഉടമയുടെ നിർദ്ദേശമനുസരിച്ച് താൻ സ്വർണവും മറ്റു ഉരുപ്പടികളും എടുത്ത് മറ്റ് സ്ഥലങ്ങളിൽ എത്തിക്കാറുണ്ടെന്ന് ഇയാൾ മൊഴി നൽകി. ചെന്നൈയിലെ ജ്വല്ലറിയിലെ ജീവനക്കാരനാണ് രാജസ്ഥാൻ സ്വദേശിയായ കൽപേഷ്. 13 വർഷമായി ചെന്നൈയിലെ സ്വർണ്ണക്കടയിൽ ജോലി ചെയ്തു വരികയാണ്. ജെയിൻ എന്നയാളാണ് കൽപേഷ് ജോലി ചെയ്യുന്ന സ്വർണ്ണക്കടയുടെ ഉടമ. ശബരിമലയിലെ കട്ടിള കൊണ്ടുപോയി സ്വർണം എടുത്ത കേസിൽ 2ാം പ്രതിയാണ് കൽപേഷ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇയാളെ പ്രതി ചേർത്തത്. ജ്വല്ലറി ഉടമയുടെ നിർദ്ദേശപ്രകാരമാണ് സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് സ്വർണം വാങ്ങിയതെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയില്ലെന്നും കൽപേഷ് പറഞ്ഞു. അതിനിടെ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കൂടുതൽ ഇടങ്ങളിൽ തെളിവെടുപ്പ് നടത്തുന്നതിനായി പ്രത്യേക അന്വേഷണ സംഘം നീക്കം തുടങ്ങി. ശബരിമലയിൽ ഉൾപ്പെടെ വൈകാതെ തെളിവെടുപ്പ് നടത്തിയേക്കും. ഇടപാടുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശദമായി ചോദ്യം ചെയ്യാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം ദേവസ്വം ബോർഡ് ജീവനക്കാരെ ഉൾപ്പെടെ ചോദ്യം ചെയ്യും. ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി ജയശ്രീ, തിരുവാഭരണ കമ്മീഷണർമാരായ ബൈജു, രാധാകൃഷ്ണൻ എന്നിവരെ ഉൾപ്പെടുത്തിയാകും ചോദ്യം ചെയ്യലിനായി വിളിച്ചുവരുത്തുക. ഉദ്യോഗസ്ഥർ പങ്ക് തെളിയിക്കുന്ന വിവരങ്ങൾ ലഭിച്ചാൽ മുരാരി ബാബുവിന് പിന്നാലെ ജീവനക്കാർക്കുമെതിരെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള തുടർ നീക്കങ്ങൾ SITയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. ന്യൂസ് 18 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ മുരാരി ബാബുവിനെ 4 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു. റാന്നി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് കസ്റ്റഡി അനുവദിച്ചത്. മുരാരി ബാബുവിനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ശബരിമലയിൽ തെളിവെടുപ്പിന് കൊണ്ടുപോകാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. കേസിലെ 2ാം പ്രതിയാണ് മുരാരി ബാബു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെതിരെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സർക്കാർ സ്വത്തുകൊള്ള നടത്തിയയാളാണ് രാജീവ് ചന്ദ്രശേഖർ. 500 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ വ്യക്തിയാണ് BJP സംസ്ഥാന പ്രസിഡന്റ്. ഹൈക്കോടതി മേൽനോട്ടത്തിൽ SIT അന്വേഷണം വേണം. രാജീവ് ചന്ദ്രശേഖരെ സഹായിച്ചവരെ കണ്ടെത്തണമെന്നും MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. സ്വത്ത് തർക്കത്തെ തുടർന്ന് ഇടുക്കി ചീനിക്കുഴിയിൽ മകനെയും മകന്റെ ഭാര്യയെയും 2 കൊച്ചുമക്കളെയും തീ കൊളുത്തി കൊലപ്പെടുത്തിയ കേസിലെ പ്രതി കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തി. പ്രതി ചീനിക്കുഴി ആര്യ കുന്നൽ ഹമീദിനുള്ള ശിക്ഷ 30 കോടതി വിധിക്കും. പ്രതി ആസൂത്രിതമായി നടത്തിയ കൊലപാതകമായിരുന്നുവെന്നും നിസ്സഹായരായ മനുഷ്യരെയാണ് പ്രതി ജീവനോടെ കത്തിച്ചതെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടി. ശിക്ഷയ്ക്ക് പ്രായം പരിഗണിക്കരുതെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. മുക്കം ഉപജില്ലാ കലോത്സവത്തിനിടെ നടന്ന വിദ്യാർത്ഥി സംഘർഷ ദൃശ്യങ്ങൾ റീലാക്കി വിദ്യാർത്ഥികൾ. സന്നദ്ധ സേനാംഗങ്ങളെയും മറ്റ് വിദ്യാർത്ഥികളെയും മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് റീലാക്കി പ്രചരിപ്പിക്കുന്നത്. ആഹ്ലാദ പ്രകടനത്തിനിടെയായിരുന്നു വിദ്യാർത്ഥി സംഘർഷം. ഒരു വിദ്യാർത്ഥിക്ക് സംഘർഷത്തിൽ ഗുരുതര പരിക്കും ഏറ്റിരുന്നു. ദേശീയപാത 85-ൽ അടിമാലിക്ക് പിന്നാലെ പള്ളിവാസലിലും മണ്ണിടിഞ്ഞു. പള്ളിവാസൽ മൂലക്കടയ്ക്ക് സമീപമാണ് കഴിഞ്ഞ രാത്രി മണ്ണിടിച്ചിലുണ്ടായത്. അശാസ്ത്രീയ നിർമ്മാണം മൂലമാണ് മണ്ണിടിച്ചിൽ ഉണ്ടായതെന്നാണ് ആക്ഷേപം. ദേശീയപാതയിൽ തുടർച്ചയായി മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നു എന്നുള്ള ആക്ഷേപവും ശക്തമാകുകയാണ്. കഴിഞ്ഞ രാത്രിയാണ് മൂലക്കടയിൽ മണ്ണിടിഞ്ഞത്. രാത്രികാല യാത്രാ നിരോധനം ഉണ്ടായിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. തേയിലത്തോട്ട മേഖലയാണെങ്കിലും പ്രദേശം ജനവാസ മേഖലയല്ല. അപകടം നടന്ന സ്ഥലത്തിന് സമീപത്ത് നിന്നൊരു കുടുംബത്തെ മാറ്റിപ്പാർപ്പിച്ചു. റോഡിന്റെ ഒരു ഭാഗം ഇടിഞ്ഞുപോയ നിലയിലാണ്. സംരക്ഷണ ഭിത്തിയും തകർന്നു. നിലവിൽ ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. റോഡ് സുരക്ഷിതമാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് ദേശീയപാത അധികൃതർ അറിയിച്ചു. നേരിമംഗലം തൊട്ട് മൂന്നാറ് വരെ ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത് വളരെ അനധികൃതമായിട്ടുള്ള മണ്ണെടുപ്പും മെഷീനറി ഉപയോഗിക്കുന്നത് റോഡിന്റെ താഴത്തെ ഭാഗങ്ങളിലേക്ക് റിട്ടേൺ വാൾ പണിയുക. 4 ദിവസം കൊണ്ട് അത് പൊളിച്ചു മാറ്റുകയും 5-ാമത്തെ ദിവസം ലോഡ് കണക്കാണ് മണ്ണുകൾ
തട്ടി നിരത്തിക്കൊണ്ട് ലോഡ് കൂട്ടുകയും റോഡിന് അപകട ഭീഷണിയായാണ് പണിയെടുത്തോണ്ടിരിക്കുന്നത്. ആ പണിയിനൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഈ കോൺട്രാക്ടുകാർക്കെതിരെ കൃത്യമായുള്ള അന്വേഷണം നടത്തണം. അടിമാലിക്ക് പിന്നാലെ പള്ളിവാസൽ മൂലക്കടയ്ക്ക് സമീപവും ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിർമ്മാണ ജോലികൾ നടക്കുന്നിടത്ത് മണ്ണിടിഞ്ഞതോടെ അശാസ്ത്രീയ നിർമ്മാണമാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന ആക്ഷേപം ശക്തമായി. നവീകരണ ജോലികളുടെ ഭാഗമായി ഇവിടെ ഒരു ഭാഗത്ത് മണ്ണ് നീക്കുകയും മറുഭാഗത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് വീതി വർദ്ധിപ്പിക്കുന്ന ജോലികളും നടക്കുന്നുണ്ട്. அடிமாலி மூணாறு தேசிய பாதை நேற்று ராத்திரி இந்த பள்ளிவாசல் மூலக்கடை பக்கம் இடிஞ்சு போயிருச்சு. அது அவங்க ஒரு சும்மா ராத்திரி தோண்டிட்டு என்ன ஏதுன்னு சொல்லாமல் ஒரு பாதுகாப்பு இல்லாமல் போயிடுறாங்க. அவங்க ரோடு மாத்திரம் தோண்டிட்டு மாத்திரம் போகிறாங்க ஒழிச்சு அதை கரெக்ட் பண்ணி வச்சுட்டு போக மாட்டேங்காங்க. நேற்றுலாம் ராத்திரி இடிஞ்சு பெரிய பாடாகி போச்சு. மூணாறு வரைக்கும் இதே தான் கொஞ்சம் கொஞ்சமாக தான் வேலை செய்கிறாங்களோ ஒழிச்சு இதை கரெக்டாக வேலை செய்ய மாட்டாங்க. ஒரு பித்தி எடுத்து வச்சுட்டு போயிடுறாங்க. அது சும்மா வைக்காங்க, அது இடிஞ்சு கீழே போயிடுது. இவங்ககிட்ட ஒரு பாதுகாப்பும் கிடையாது, ஒன்றும் கிடையாது. இதை கரெக்ட் பண்ணுவாங்க கேட்டு போயிடுது. അതേസമയം മൂലക്കടയ്ക്ക് സമീപം മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്ത് അതിവേഗം പുനർനിർമ്മാണം നടത്തുമെന്ന് നിർമ്മാണ ചുമതലയുള്ളവർ അറിയിച്ചു. ഈ മണ്ണെല്ലാം മാറ്റിയിട്ട് തന്നെ അത് കോൺക്രീറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. മണ്ണ് ഫില്ല് ചെയ്തിട്ട് വണ്ടികളെല്ലാം നിലവിൽ വണ്ടികളൊന്നും ബ്ലോക്ക് ആവുന്നില്ല. രണ്ട് സൈഡ് വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ട്രാഫിക് പോകാൻ ഒരു ബുദ്ധിമുട്ടും നിലവിലില്ല. പാതയോരം ഇനിയും ഇടിഞ്ഞാൽ ഇതുവഴിയുള്ള ഗതാഗതവും പ്രതിസന്ധിയിലാകും. ന്യൂസ് 18 ഇടുക്കി. ചെല്ലാനത്ത് കടലിൽ വള്ളം അപകടത്തിൽപ്പെട്ടു. തിരുവനന്തപുരം വിഴിഞ്ഞം സ്വദേശികൾ സഞ്ചരിച്ച ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടവരെ നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചു. മിന്നൽ പ്രളയം കൊണ്ടുപോയ ട്രാവലറിന് പകരക്കാരനെത്തി. സൗഹൃദ കൂട്ടായ്മയാണ് ഒഴുക്കിൽപ്പെട്ട വാഹനത്തിന് പകരമായി വാഹനം വാങ്ങി നൽകിയത്. വാഹനം ഒഴുക്കിൽപ്പെട്ട ഇടുക്കി കൂട്ടാർ പാലത്തിന് സമീപത്ത് വെച്ച് തന്നെ വാഹനത്തിന് താക്കോലും കൈമാറി. ഇടുക്കി കല്ലാർപ്പുഴയിൽ നിർത്തിയിട്ടിരുന്ന ട്രാവലർ ഒഴുകിപ്പോയത് കേരളം മുഴുവൻ കണ്ണീരോടെയാണ് കണ്ടത്. വാഹനത്തിന്റെ അവശിഷ്ടങ്ങൾ പിന്നീട് പുഴയിൽ നിന്ന് വീണ്ടെടുത്തു. പ്രളയം കവർന്നെടുത്തത് ഉടമ കേളംതറയിൽ റെജിമോൻ, ഡ്രൈവർമാരായ സന്തോഷ്, രാജ എന്നിവരുടെ ജീവിതമാർഗം കൂടിയായിരുന്നു. വാഹനം നഷ്ടപ്പെട്ടതോടെ വഴിമുട്ടിയ ഇവരുടെ ജീവിതത്തെ വീണ്ടും ടോപ്പ് ഗിയറിൽ എത്തിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കൾ. റെജിമോന്റെ സുഹൃത്തുക്കളും ബാംഗ്ലൂരിലെ IT എഞ്ചിനീയർമാരുമായ അഞ്ജിത, സുബിൻ, പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത മൂന്നാമതൊരാൾ എന്നിവർ ചേർന്നാണ് വാഹനം വാങ്ങി നൽകിയത്. സുഹൃത്തുക്കൾക്ക് സ്ഥലത്തെത്താൻ സാധിക്കാത്തതിനാൽ രഹൻലാൽ, അശോകൻ എന്നീ സുഹൃത്തുക്കളാണ് താക്കോൽ കൈമാറിയത്. വിനായക എന്ന പഴയ പേരും സ്വീകരിച്ച് റെജിമോന്റെയും കൂട്ടുകാരുടെയും ട്രാവലർ വീണ്ടും നിരത്തിലിറങ്ങി. ന്യൂസ് 18 ഇടുക്കി. നെല്ല് സംഭരണ പ്രതിസന്ധി ഒഴിവാക്കുന്നതിനായി വിളിച്ച യോഗത്തിൽ മില്ലുടമകളെ പങ്കെടുപ്പിക്കാത്തതിൽ മുഖ്യമന്ത്രിക്ക് അതൃപ്തി. മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗമാണ് നിശ്ചയിച്ചതെന്ന് മന്ത്രി GR അനിൽ വ്യക്തമാക്കിയെങ്കിലും മില്ലുടമകളില്ലാതെ എങ്ങനെ തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി നിലപാടെടുത്തതോടെ യോഗം മാറ്റിവെക്കുകയായിരുന്നു. മില്ലുടമകളുടെ സാന്നിധ്യത്തിൽ നാളെ യോഗം ചേരും. ഇന്ന് രാവിലെ 9 മണിക്കായിരുന്നു എറണാകുളം ഗസ്റ്റ് ഹൌസിൽ യോഗം തീരുമാനിച്ചത്. ഭക്ഷ്യ, കൃഷി, വൈദ്യുതി മന്ത്രിമാർ, സപ്ലൈകോ ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിലെത്തിയിരുന്നു. യോഗത്തിൽ മില്ലുടമകളെ ക്ഷണിക്കാത്തതിൽ മുഖ്യമന്ത്രി ആദ്യം തന്നെ അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗമാണ് നിശ്ചയിച്ചിട്ടുള്ളതെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി സംസാരിച്ച ശേഷമാണ് മില്ലുടമകളെ ഒഴിവാക്കിയത് എന്നുകൂടി മന്ത്രി GR അനിൽ അറിയിക്കുകയും ചെയ്തു. എന്നാൽ മുഖ്യമന്ത്രിക്ക് ഈ ഒരു വിശദീകരണത്തിൽ തൃപ്തനായിരുന്നില്ല. തുടർന്ന് യോഗം മാറ്റിവെക്കുന്നതായി അറിയിച്ചു. 5 മിനിറ്റിനുള്ളിൽ തന്നെ മന്ത്രി എറണാകുളം ഗസ്റ്റ് ഹൌസ് വിടുകയും ചെയ്തു. അതിനുശേഷം നാളെ വൈകിട്ട് 4 മണിക്ക് സെക്രട്ടേറിയറ്റിൽ യോഗം ചേരണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അപ്പോൾ മില്ലുടമകൾ ഉണ്ടാകണമെന്ന നിർദ്ദേശവും നൽകി. നാളെ എന്തായാലും മന്ത്രിസഭാ യോഗം ചേർന്നതിന് ശേഷമായിരിക്കും ഈ മില്ലുടമകളുമായിട്ടുള്ള യോഗവും നിശ്ചയിച്ചിരിക്കുന്നത്. മില്ലുടമകളുമായി നാളെ ചർച്ച നടത്തുമെന്ന് കൃഷിമന്ത്രി P. പ്രസാദ് പറഞ്ഞു. സംഭരണവുമായി ബന്ധപ്പെട്ട് മില്ലുകാർ തടസ്സങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. മില്ലുകാരുമായിട്ട് അക്കാര്യം ചർച്ച ചെയ്യേണ്ടത് അനിവാര്യമാണ്. ആദ്യപടി എന്നുള്ള തരത്തിൽ ധനകാര്യ വകുപ്പ് മന്ത്രിയും ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയും ഞാനും മില്ലുകാരുമായി സംഭാഷണം നടത്തിയിരുന്നു. അത് ഇന്ന് മുഖ്യമന്ത്രി ഒരു ഉദ്യോഗസ്ഥർ ഞങ്ങൾ എല്ലാവരും വീണ്ടും ഒരു ചർച്ച നടത്തി. നാളെ രാവിലെ
മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ തന്നെ മില്ലുകാരെയും കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള യോഗമുണ്ട്. അക്കാര്യത്തോടുകൂടി അതിനുശേഷം ഗവൺമെന്റ് എന്തെങ്കിലും ആലോചിക്കേണ്ടതുണ്ട് എങ്കിൽ ഞങ്ങൾ വീണ്ടും ആലോചിച്ചിട്ട് നാളെത്തരം കൊണ്ട് ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയും. ആവശ്യങ്ങൾ അംഗീകരിക്കാതെ നെല്ല് സംഭരണവുമായി സഹകരിക്കില്ല എന്ന് തന്നെയാണ് ഒരു വിഭാഗം നെല്ലുടമകളുടെ നിലപാട്. ഈ കൈകാര്യ ചെലവ് വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം അത് മന്ത്രിമാർ അംഗീകരിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ വില കൂട്ടിക്കൊണ്ട് കർഷകരിൽ നിന്നും നെല്ല് വാങ്ങരുത് എന്നൊരാവശ്യം തന്നെയാണ് മന്ത്രി GR അനിലും ഉന്നയിച്ചിരിക്കുന്നത്. കലൂർ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട് സ്പോൺസറെ കണ്ടെത്തിയത് സുതാര്യമായ നടപടികളിലൂടെയെന്ന് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ. GCDA കൃത്യമായ മറുപടി പറഞ്ഞിട്ടുണ്ട്. അർജന്റീന ടീമും സംസ്ഥാന സർക്കാരും പരിശോധിച്ചു. സ്റ്റേഡിയത്തിൽ സുരക്ഷാ കാര്യങ്ങളിലും പരിമിതിയുണ്ടായി. അത് പൂർത്തീകരിച്ച് ഫിഫയുടെ അനുമതി ലഭിച്ചാൽ കളി നടക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് അർജന്റീനയുടെ അവരുടെ ടീമിന്റെ ബന്ധപ്പെട്ട ടെക്നിക്കൽ ഓഫീസർ വന്നു പരിശോധിച്ചു. 20 ദിവസം മുമ്പെങ്കിലും നമുക്ക് കൊടുക്കണമായിരുന്നു. നമ്മുടെ പരിശോധനയിലാണ് അവിടെ ഫയർ അടക്കമുള്ള സൗകര്യങ്ങളുടെ കുറവ് കണ്ടെത്തിയത്. മാത്രമല്ല അതിൽ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി വളരെ പെട്ടെന്ന് തന്നെ അത് തീർക്കേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ അത് തീരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. സമയത്തിന് ആ വർക്കുകൾ ഇപ്പോൾ പൂർത്തീകരിച്ച് നിങ്ങൾ കണ്ടല്ലോ. ഇപ്പോൾ കലൂർ സ്റ്റേഡിയത്തിൽ ഇത്രയും ആളുകൾ ജോലി ചെയ്യാണ്. ആ ജോലി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫിഫയുടെ അംഗീകാരം വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കളി നടത്താം. നോക്കൂ, അതിനും കൃത്യമായുള്ള സുതാര്യമായുള്ള നടപടികൾ അതിൽ നടന്നിട്ടുണ്ട്. അത് കൃത്യമായി അത് വിളിച്ചു. അതിന്റെ സർക്കാർ ഉത്തരവ് നിലവിലുണ്ട്. അതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. കലൂർ സ്റ്റേഡിയം നവീകരണത്തിൽ GCDAയുടെ നടപടിക്രമങ്ങളിൽ സുതാര്യത ഇല്ലെന്ന് ഉമാ തോമസ് MLA എന്ന നിലയിൽ നവീകരണവുമായി ബന്ധപ്പെട്ട് ഒരു കൂടിയാലോചനയും നടത്തിയിട്ടില്ല. സ്റ്റേഡിയത്തിന് ബലക്ഷയമുള്ളതാണ്. സ്പോൺസറുടെ പ്രവൃത്തി പരിചയം പരിശോധിക്കണമായിരുന്നു. കരാർ ഒപ്പിട്ടതിലും അവ്യക്തതയുണ്ട്. തനിക്ക് അപകടം പറ്റിയ സമയത്തും സ്റ്റേഡിയത്തിൽ മതിയായ സുരക്ഷ ഉണ്ടായിരുന്നില്ലെന്നും ഉമാ തോമസ് പറഞ്ഞു. 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് കൊടിയിറങ്ങി. ഓവറോൾ ചാമ്പ്യന്മാർക്കുള്ള ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആതിഥേയരായ തിരുവനന്തപുരം ജില്ല ഏറ്റുവാങ്ങി. മലപ്പുറമാണ് ഇത്തവണയും അത്ലറ്റിക്സ് ചാമ്പ്യന്മാർ. ഏറ്റവും കൂടുതൽ റെക്കോർഡ് നേട്ടങ്ങളുണ്ടായ കായികമേള എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്. 117 പവന്റെ ഗോൾഡ് കപ്പ് തിരുവനന്തപുരം ജില്ല 1825 പോയിന്റ്. Chief Minister's Gold Cup goes to the overall champions, Thiruvananthapuram. സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ ഓവറോൾ ചാമ്പ്യന്മാർക്കുള്ള സ്വർണ്ണക്കപ്പ് മന്ത്രി വി ശിവൻകുട്ടി മലബാർ ഗ്രൂപ്പ് റീറ്റെയിൽ ഓപ്പറേഷൻസ് കേരള ഹെഡ് R അബ്ദുൾ ജലീലിൽ നിന്ന് ഏറ്റുവാങ്ങി. 117.5 പവൻ തൂക്കമുള്ള കപ്പ് HUID ഹോൾമാർക്കോടെ 916 പരിശുദ്ധിയിൽ 22 ക്യാരറ്റിലാണ് നിർമ്മിച്ചത്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ തിരുവനന്തപുരം ഷോറൂമിലായിരുന്നു ചടങ്ങ്. ഈ ടെൻഡർ മുഖേന ഏറ്റവും കുറഞ്ഞ സമയപരിധിയിൽ 7 ദിവസം കൊണ്ടാണ് സ്വർണ്ണക്കപ്പിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. സംസ്ഥാന സ്കൂൾ കായികമേളയിലെ ചാമ്പ്യന്മാർക്കുള്ള സ്വർണ്ണക്കപ്പ് നിർമ്മിക്കുന്നതിന് അവസരം ലഭിച്ചതിലേറെ സന്തോഷമുണ്ടെന്ന് മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ് പറഞ്ഞു. നോക്കാം സ്വർണം വെള്ളി നിരക്ക്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 11,225 രൂപ, പവന് 89,800 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 9,280, പവന് 74,240 രൂപ. വെള്ളി ഗ്രാമിന് 158 രൂപ, കിലോയ്ക്ക് 1,58,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലറി. പൂർണ്ണമാകുന്നു ലൈവ് അറ്റ് 6 ഇടവേളയ്ക്ക് ശേഷം പ്രൈം ഡിബേറ്റുമായി മഞ്ജുഷ് ഗോപാൽ ചേരും. നമസ്കാരം.